മുൻഗാമികൾക്ക് സംഭവിച്ച പരീക്ഷണങ്ങളെ പറ്റി ആലോചിക്കണം. പിന്നിൽ വരാനിരിക്കുന്ന ജീവിതാവസ്ഥകളെ പറ്റി ചിന്തിക്കണം. പിന്നിൽ വരാനിരിക്കുന്ന ഒന്നാണ് മരണം, പിന്നിൽ വരാനിരിക്കുന്ന മറ്റൊന്നാണ് ആഖിറമാകുന്ന ലോകം. ഖിയാമത്ത് നാളിലെ ഫിത്നകൾ, പരീക്ഷണങ്ങൾ എല്ലാം നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയപ്പെട്ടാൽ നിന്റെ വാക്യെവിടെ? ആളുകൾ അത് ശ്രദ്ധിക്കൂല. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടാൻ വേണ്ടി മുൻകാല ജീവിതവും പിൽക്കാല ജീവിതവും രണ്ടും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. അല്ലാ, എനിക്ക് 40 വയസ്സായി, എന്താണ് ഞാൻ 15 മുതൽ 40 വരെ 25 കൊല്ലം ചെയ്തത്? എനിക്ക് കണക്കുകൂട്ടി പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളത് എന്താണ്? മനസ്സമാധാനത്തിന് എന്തെങ്കിലും ഒന്നുണ്ടോ? നല്ലോണം ആലോചിച്ച് ഒന്നും ഞാൻ നേടിയിട്ടില്ലേ? എന്താണ് എനിക്ക് പറയാനുള്ളത്? കൃത്യമായി മുക്കല്ലഫായതിനു ശേഷം ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കാതെ നിസ്കരിച്ച കണക്കുണ്ടോ? ഒരൊറ്റ ദിവസവും ഹദ്ദാദ് വിടാതെ ചൊല്ലിയതുണ്ടോ? ഖുർആനിന്റെ ബന്ധം വിടാതെ സൂക്ഷിച്ചതുണ്ടോ? ജുമുഅ നഷ്ടപ്പെടുത്താതെ കൊണ്ട് നടന്നതുണ്ടോ? സുഹൃതങ്ങളെ പറ്റി ആലോചിക്കുമ്പോ പല കുറവും ഉണ്ടെങ്കിൽ 40-ന് ശേഷം അല്ലാഹ് തരുന്ന ജീവിതമില്ലേ, അങ്ങോട്ട് ഡെപ്പോസിറ്റ് വെക്കാനാണ്. യുവത്വ കാലത്ത് പലതും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇനി അധ്വാനിച്ച് ചെയ്യട്ടെ. കൗമാര പ്രായം കഴിഞ്ഞു, യൗവനത്തിലേക്ക് പ്രവേശിച്ച കൂട്ടുകാരാ, കൂട്ടുകാരി, കൗമാരപ്രായത്തിൽ പലരും പല നന്മകളും ചെയ്തു വെക്കാറുണ്ട്. പക്ഷേ പലതിനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യൗവനം മുതലാക്കണം. യൗവനത്തിൽ കഴിയാത്തവർ അതിന്റെ ടൈം കഴിഞ്ഞു പോയാൽ അടുത്ത പ്രായത്തിൽ അത് മുതലാക്കണം എന്ന് ജനങ്ങളോട് പറയപ്പെട്ടാൽ അഅറദൂ എന്നാണ് അതിന്റെ ജവാബ്. അവരത് നെവർ മൈൻഡ് ആക്കി തള്ളിക്കളയും, പരിഗണിക്കൂല. ആളുകൾ എന്താ ചിന്തിക്കാന്നറിയോ? ദുനിയാവിൽ എത്ര കാലമുണ്ട്, നന്നായി ജീവിക്കാൻ ഇനിയും എത്ര പ്രായമാകാനുണ്ട്, ഇനിയും എത്ര ടൈം വരാനുണ്ട്. ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല, കാരണം എന്റെ വല്യുപ്പ മരിച്ചത് 80-ലാണ്. ബാപ്പാക്ക് ഇപ്പൊ വയസ്സോ, ബാപ്പാക്ക് വയസ്സ് കൂട്ടി നോക്കുമ്പോ 70-ഓ 69-ഓ ആയി. അപ്പൊ എനിക്കൊരു 60 കിട്ടുമെന്നാണ് ചിന്ത. പൂതി വെക്കണ്ട. വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ആമിനാ വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര യുവാക്കളാണ്, യുവതികളാണ് യാതൊരു പ്രശ്നവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. ആരോഗ്യത്തോടെ രാവും പകലുമായി നടക്കുന്ന നമ്മുടെ കഫം കൂടെ തുന്നിച്ചേർത്ത് നെയ്ത് കഴിഞ്ഞു. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ അലീലിൻ നാശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര രോഗികളാണ് 2 നേരവും 3 നേരവും 4 നേരവും മരുന്ന് കഴിച്ച് വർഷങ്ങൾ അങ്ങനെ താണ്ടി മുന്നോട്ട് പോകുന്നത്. എത്ര ആരോഗ്യവാന്മാരാണ് ഒരു അസുഖവും ബാധിക്കാതെ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നത്. ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തെ വിലയിരുത്തണം. ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും. മുമ്പ് ഞാൻ എന്ത് ചെയ്തു, ശേഷം ഇനി എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ആ ചിന്തയാ വേണ്ടത്. ഓരോരുത്തരുടെ മനസ്സിലും ആ ചിന്തയാണ് വേണ്ടത്. ഓരോ ടൈമും മുതലാക്കണം, ഒന്നും നഷ്ടമാക്കി കളയാൻ പാടില്ല. ജീവിതത്തിലെ സമയങ്ങളൊക്കെ ആഖിറത്തിലേക്ക് ലാഭകരമാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 24 മണിക്കൂർ ഇങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ പടച്ചോനെ എന്ത് ചെയ്തു, എന്നെ പോലുള്ള പലരും എന്തെല്ലാം ചെയ്തിട്ടുണ്ടാകും, എനിക്ക് എത്ര ടൈം കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വിലയിരുത്തി നോക്കുമ്പോൾ എന്നെപ്പോലെ ആരോഗ്യമുള്ള ആൾക്കാർ എന്തെല്ലാം ചെയ്തു. എന്നെക്കാൾ ആരോഗ്യം കുറഞ്ഞവരും എന്റെ അതേ പ്രായമുള്ള ആളുകളും ഇന്ന് 5 ജുസ് ഓതിയവരുണ്ട്. ഞാൻ എത്രയാ ഓതിയത് എന്ന് ചിന്തിക്കണം. ഇന്ന് പ്രത്യേകം വെള്ളിയാഴ്ച രാവാണ്. പകലിൽ തന്നെ പകലും രാവും, നാളത്തെ പകലും ഇന്നത്തെ രാവും കണക്കാക്കി ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. ഓരോ വെള്ളിയാഴ്ച രാവും വരുമ്പോൾ
മാറി മാറി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ എത്രയാ ചൊല്ലിയത്, എനിക്കെത്ര ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് തന്നിരുന്നു, പക്ഷേ ഞാൻ എന്തിനാ മുടക്കിയത്? ഖുർആൻ ഖത്മ് തീർത്തോന്ന് ചോദിച്ചാൽ പലരും ചോദിക്കും, നമ്മളെ നാട്ടിൽ നിന്ന് പുതിയ ചോദ്യം, അതിന് റമദാൻ മാസം വരണ്ടേ? ഖുർആൻ നിങ്ങൾ ഒരു മാസത്തിൽ ഒരു ഖത്മൊക്കെ തീർക്കുന്നു വെച്ചാൽ ആളുകൾ ചോദിക്കും, ഉസ്താദ് റമദാൻ അല്ലല്ലോ, ഇത് ജമാദുൽ അവ്വൽ മാസമല്ലേ, ജമാദുൽ ഊലല്ലേ, ഇനിയും കുറച്ച് മാസം കഴിഞ്ഞിട്ടല്ലേ റമദാൻ വരാനുള്ളത്, റമദാനിൽ മാത്രം ഒരു ഖത്മ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആരാ പഠിപ്പിച്ചു? റമദാനിൽ ഖത്മിന്റെ എണ്ണം കൂട്ടണം എന്നാ, എല്ലാ മാസവും തീർക്കണം. 40 ദിവസം ഖത്മിനെ തൊട്ട് പിന്തിക്കുന്നത് കറാഹത്താണെന്ന് ഇമാം അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വർത്തമാന കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മോട് ചേർത്തി പറയേണ്ട ഒരു മസലയല്ല അത്, മുൻഗാമികളോട് ചേർത്തി പറയേണ്ടതാണ്. ഇപ്പൊ വീട്ടിലുള്ള ധാരാളം പണികളുണ്ട് എന്നാ സഹോദരിമാര് പറയുന്നത്. എന്താ പണി? പഴയ കാലത്തൊക്കെ വെള്ളം കോരാൻ തന്നെ വേണം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. ആരാ കിണറ്റിൽ പോയി വെള്ളം കോരുന്ന ആൾക്കാർ? എപ്പോഴെങ്കിലൊക്കെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ കോരി കുളിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ കോരിയുള്ള വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം. അള്ളാഹു തന്ന നിഅമത്തല്ലേ സഹോദരിമാരെ? എങ്ങനെ ഇവിടെ എന്താ പറയാ, അമ്മിക്കുട്ടി എന്നല്ലേ പറയാ, അമ്മി എന്നല്ലേ പറയാ അല്ലേ? അരക്കുന്ന സാധനത്തിന് വേറൊന്ന് പേരുണ്ടോ? അല്ലാഹു അലം. അതങ്ങനെ പിടിച്ചു വരസുന്ന എത്ര ആളുകൾ ഉണ്ടായിരുന്നു, എത്ര ടൈം. ഇന്നതിന് സംവിധാനങ്ങൾ വന്നു. ഭക്ഷണത്തിൽ വേവാകുന്നത് പോലും കറക്റ്റായി സിഗ്നൽ വന്നു കഴിഞ്ഞു. മുമ്പതങ്ങനെ നോക്കി നിൽക്കേണ്ടിയിരുന്നു. ഇന്ന് ഡൈനിങ് ഹാളിൽ ഉള്ളിലിരുന്നിട്ട് വിസിലിന്റെ എണ്ണം കണക്കാക്കി ഓഫാക്കുന്ന സംവിധാനങ്ങളാണ്. മാംസമാണ് വെച്ചിരിക്കുന്നത്, മത്സ്യമാണ്, ധാന്യമാണ്, വിസിലിന്റെ കണക്ക് ഇങ്ങനെ കൂട്ടിയിട്ടത് ഓഫ് ചെയ്താൽ മതി, കഴിഞ്ഞു. സഹോദരങ്ങളെ, അലക്കാൻ പോലും മലക്ക് മെഷീനുകളാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ പറയും സമയം പോരാ അല്ലേ? നമ്മളെക്കാളും സൗകര്യങ്ങൾ കുറഞ്ഞ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിച്ച അമലുകളുടെ ഖനവും അതിന്റെ കട്ടിയും നമ്മൾ ആഖിറത്തിൽ വന്ന് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും പറയരുത്, മറ്റുള്ള ആൾക്കാർ പറയും പോലെ, ഒന്നുകൂടി ഞങ്ങൾക്ക് ജീവിതം ദുനിയാവിൽ തന്നാൽ ഞങ്ങളതൊക്കെ ചെയ്തു വരാം എന്ന് പറയരുത്. അങ്ങനെ പറയുന്നവരാകരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹ്രസ്വകാല ജീവിതത്തിലുള്ള സമ്പാദ്യം മുതലാക്കണം. 60 വയസ്സ് ജീവിച്ചാല് 30 വയസ്സും രാത്രിയായിപ്പോയി. പിന്നെന്താ ഉള്ളത്? 30 വയസ്സ് രാത്രിയല്ല, 60-ലും 30 രാത്രി. ഒരു 15 ശൈശവം, കുട്ടിക്കാലം, കൗമാരം, ബാല്യം ഇങ്ങനെ പോയി. അപ്പൊ 30ഉം 15ഉം 45. പിന്നെ ഒരു 10 എണ്ണം വിവാഹം, വിവാഹാനന്തരം, അങ്ങനെ ഒരു 10 എണ്ണം പോയി. എത്രയായി? 55. പിന്നെ എത്ര ബാക്കിയുള്ളത്? ഒരു 5. അത് ആകൂല, സുഖല്ല, ക്ഷീണാണ്, കഴിച്ചാൻ കഴിയൂല, ഓതാൻ കഴിയൂല, ഭക്ഷണം കഴിക്കാൻ കഴിയൂല, ഓതാൻ കഴിയൂല, ഒക്കെ ബുദ്ധിമുട്ടാണ്. ഉറങ്ങാൻ കഴിയും, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കഴിഞ്ഞു. പിന്നെന്താ ഉണ്ടാകുക? ഇങ്ങനെ നമ്മുടെ ആയുസ് കഴിഞ്ഞു പോയാൽ പിന്നെന്തുണ്ടാകും? സമ്പാദ്യം എവിടെ? ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം എവിടെ? അതുകൊണ്ട് പെരുപ്പിക്കണം. ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. മുൻകാലവും പിൻകാലവും നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറയപ്പെട്ടാൽ മുഖം തിരിച്ചു കളയരുത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വയസ്സ് മുതലാക്കണം. ആയുഷ്കാലം എത്ര കുറഞ്ഞു കിട്ടിയാലും കൂടുതൽ കിട്ടിയാലും ലാഭമാകണം. ഓരോന്നും ആഖിറത്തിലേക്ക് മുതലാകണം. അള്ളാഹു നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് തരട്ടെ. എല്ലാ സമയങ്ങളിലും അള്ളാഹു ധാരാളം ബറക്കത്ത് തരട്ടെ. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതൊരു ദൃഷ്ടാന്തം വന്നാലും വരുന്ന സമയത്ത് ആളുകൾ ഒന്നതിനെപ്പറ്റി
എത്ര ദൃഷ്ടാന്തങ്ങൾ ഭൂമി ലോകത്ത് വന്നു മനുഷ്യനെ പേടിപ്പിക്കുന്നത്. ലോകം മുഴുവനും നിശ്ചലമാക്കുന്ന രൂപത്തിൽ അള്ളാഹു ചെറിയൊരു വൈറസ് കൊണ്ട് മനുഷ്യരെ മുഴുവനും ഇരുത്തേണ്ടടുത്തിരുത്തിയില്ലേ സഹോദരങ്ങളെ? ഇന്നും അതിന്റെ ബാക്കി പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പക്ഷേ എന്നിട്ടും മനുഷ്യന് ചിന്തയുണ്ടോ, ബോധമുണ്ടോ? 5 വക്ത് ഖളാ ആകാതെ നിസ്കരിക്കണമെന്ന് ചിന്തയുണ്ടോ? അന്നത്തെ വിഷയങ്ങൾ അവലംബിച്ചിട്ട് ഇന്നും പലരും പറയും ജുമാക്ക് പോകാൻ പേടിയാണ്, രോഗാണ്, അതുകൊണ്ട് ജുമാക്ക് പോകാൻ പേടിയാണ്. ആ പേടിയാന്ന് പറയുന്ന ആള് കാണാം കല്യാണ സദസ്സിൽ പെരുന്തിരക്ക് തിരക്കുന്ന കാണാം. ചന്തയിൽ പോയാലും മാർക്കറ്റിൽ പോയി മാന്തുന്നത് കാണാം. എല്ലായിടത്തും തിരക്കുണ്ടാകും. വെള്ളിയാഴ്ച നമ്മളെ പള്ളിയിൽ പോയാലും പ്രശ്നം. ആൾക്കാർ സൊഫിലൊക്കെ നിൽക്കുന്ന കണ്ടില്ല, കബഡിക്ക് നിൽക്കുമ്പോൾ നിൽക്കുന്ന ആൾക്കാർ. എന്തിനായി ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന സൊഫില്? ഒരാൾ കാലം അങ്ങോട്ട് ചേരുമ്പോഴേക്ക് മറ്റാൾ കാല് മാറ്റും. പിന്നെ എന്താ നമ്മൾ ചെയ്യാൻ? ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത് അയാൾ കാലം കൊണ്ടു, പിന്നെ അയാളെ പിന്നാലെ അങ്ങനെ പോയാൽ നിസ്കാരം നടക്കും. കാല് കാലോട് ചേർത്തി വെക്കണ്ടേ? തറാസു ഒട്ടി നിൽക്കണം. ഒട്ടി കാലുമല്ല കൊറോണ ഒന്നായിട്ട് പിന്നെ കാലം ടെസ്റ്റ് ആവും. മൂക്കിൽ ടെസ്റ്റ് എന്തിനാ? കാലാ ടെസ്റ്റ് ചെയ്ത് കൊറോണക്ക് ആരാ പഠിപ്പിച്ച? കാലുമല്ല കൊറോണ. ഒട്ടിച്ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ മനസ്സാകെ ഭിന്നിച്ചു പോകും. നല്ലോണം ചേർന്ന് നിൽക്കണം. ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ മനസ്സ് ഭിന്നിച്ചു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആളുകൾക്ക് പേടിയാ. അപ്പൊ ഉസ്താദ് പറയും ഒന്ന് അടുത്ത് നിൽക്കി, സ്വഫ് ഒന്ന് അടുത്ത് നിൽക്കി, ഒന്ന് ദ്വാരുന്നില്ല, അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ആമീനും പറയും, ആരും അടുത്തുക്കൂല. ആമീനൊക്കെ പറയട്ടേന്ന് കേൾക്കുമ്പോഴേക്കും ആമീൻ പറയും, പക്ഷെ അടുത്തുക്കൂല. ഉസ്താദ് ആമീനൊക്കെ വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ അടുത്തുക്കിടെ കാര്യം പറയരുത്. എന്താ സഹോദരങ്ങൾ അടുത്ത് നിന്നാൽ എന്താ കുഴപ്പം? അങ്ങനെ അടുത്ത് നിൽക്കാതൊന്നും വരില്ലേ? ഈ കണ്ട ആൾക്കാർ ലോകത്ത് മുഴുവനും മരിച്ചത് സമ്പർക്കം കൊണ്ട് മാത്രമാണ് മരിച്ചത്. ആര് പറഞ്ഞു അങ്ങനെയാണ്? ഒരു സമ്പർക്കവും ഇല്ലാതെ മരിച്ച എത്ര ആൾക്കാരുണ്ട്? എത്ര റിപ്പോർട്ട് അങ്ങനെ ഒന്നും? ഒരു സമ്പർക്കമില്ല, ഒരു സമ്പർക്കമില്ല. പിന്നെ എന്തിനാ മരിച്ച്? മരിക്കണം എന്നുള്ള നിശ്ചയിച്ച് മരിച്ചു. സമ്പർക്കം ഉണ്ടായി രീതിയിൽ മരിക്കും. അങ്ങനെ മരിക്കാത്തൊരു എത്ര ഉണ്ട്? അതൊക്കെ ഒരു നിമിത്തങ്ങളാണ്. സൂക്ഷിക്കേണ്ട സമയത്ത് സൂക്ഷിക്കണം. ഇപ്പോഴും ആ പേരും പറഞ്ഞിട്ട് അമലും മുടക്കണം. എന്താ നിങ്ങൾ കടയടക്കാത്തത്? നിങ്ങൾ പള്ളിയിൽ പോകണില്ലേ? മുസ്ലിങ്ങളായ ആൾക്കാർ വെള്ളിയാഴ്ച പള്ളി പോകുന്നില്ലേ? അല്ല, പള്ളി പോണെന്ന് പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണ് കടയടക്കാത്തത്. ഈ പത്രത്തിൽ പ്രസ്താവന വരണം, അപ്പോ കടയടച്ച് നമ്മൾ പോകും. അല്ലാഹു മനുഷ്യന്റെ അവഗണനയാണ്. എത്ര ദൃഷ്ടാന്തങ്ങൾ വന്നാലും ഒരു ടൈമിൽ ഓർമ്മ ഉണ്ടാകും. എത്ര മരിച്ച മുഖങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ? നമ്മള് എത്ര ആളുകളുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിട്ടിട്ടുണ്ട്. അല്ലാഹ് എന്ന ദൃഷ്ടാന്തമല്ലേ? എത്ര ആളുകൾക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, തൽഖീൻ ചൊല്ലിയിട്ടുണ്ട്. ബോധമുണ്ടോ സഹോദരങ്ങളെ, സഹോദരിമാരെ? മരിച്ച വീട്ടിലെ കരച്ചില് നിങ്ങളെ കരള് പിടിച്ച് കുലുക്കിയിട്ടില്ലേ? അയൽപക്കത്തെ കരിഞ്ഞുണങ്ങിയ മുഖങ്ങൾ കണ്ടിട്ട് നീരസം വന്നിട്ടില്ലേ? പക്ഷേ നന്നായിട്ടുണ്ടോ? മാറിയിട്ടുണ്ടോ? وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. എത്ര ദൃഷ്ടാന്തങ്ങൾ വരി വരിയായി കൊടുത്താലും അവഗണിക്കുന്നു മനുഷ്യന്മാര്, തള്ളിക്കളയുന്നു മനുഷ്യന്മാര്, നെവർ മൈൻഡ് ആക്കി കളയുന്നു ആളുകള്. അതൊക്കെ കളവാക്കി പുച്ഛമാക്കി പരിഹാസ്യത്തിന്റെ രൂപത്തിൽ തള്ളുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാൻ എത്ര എത്ര മുഅ്ജിസത്തുകളാണ് ദൃഷ്ടാന്തങ്ങളായി മക്കയിൽ അല്ലാഹു തആല കാണിച്ചു കൊടുത്തത്. മക്കക്കാർക്കല്ലേ ചന്ദ്രൻ പിളർപ്പാക്കി കാണിച്ചു കൊടുത്തത്? ആ മക്കയിലല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണുമ്പോഴേക്ക് വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് നല്ല മഴ വർഷിപ്പിച്ചു കൊടുത്തത്? ആ മക്കക്കാർക്കല്ലേ നബിതങ്ങളെ കൈയൊന്ന് കുട്ടിക്കാലത്ത് തൊടുമ്പോഴേക്ക് രോഗം മാറിയത്? അവരെ ഒട്ടകങ്ങൾ സ്പീഡിൽ പോയത്, അതിന്റെ ക്ഷീണം മാറിയത്?
എണ്ണിയാൽ തീരുമോ? അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്നതിന് നഗ്നമായ യാഥാർത്ഥ്യങ്ങളായ ഒരുപാട് മുഅ്ജിസത്തുകൾ കൺകൊണ്ട് നേരിട്ട് കണ്ടവരും നേരിട്ട് അനുഭവിച്ചവരും നേരിട്ട് കേട്ടവരും എത്ര ആളുകളുണ്ട്. അബൂജഹൽ കുട്ടിക്കാലത്ത് നബിതങ്ങളെ മുഅ്ജിസത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. വിശ്വസിച്ചോ സഹോദരങ്ങളെ? തള്ളിക്കളഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ട് മരുഭൂമിയിൽ നിൽക്കുമ്പോ തങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വാഹനം നിർത്തിയ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഹനത്തിന്റെ പിന്നിലിരുത്തി. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ഈ ബൈക്കിൽ മക്കളെ കൊണ്ടുപോകുന്ന ആൾക്കാർ ദയവായിട്ട് ചെറിയ കുട്ടികളെ പിന്നിരുത്തി കൊണ്ടുപോകരുത്. വാഹനം പിന്നിൽ ഓടിക്കുന്ന നമുക്ക് പേടിയാ കണ്ടിട്ട്. 3 വയസ്സായ കുട്ടികളോട് നല്ല പിടിച്ചിരുന്നോ, എന്നിട്ട് ഇവൻ മുന്നിൽ ഇരുന്നിട്ട് 80-ലും 90-ലും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ കുട്ടിയും കാണുന്നില്ല, ചട്ടിയും കാണുന്നില്ല. എന്താ അതിനെ മുന്നിലിരുത്തി? ബാക്കിലിരുത്ത സ്റ്റൈലുണ്ടോ? ഇതിനങ്ങനെ ഇരുത്തുന്നത് ചെറിയ കുട്ടികൾ, 4 വയസ്സ് 5 വയസ്സായ കുട്ടികളെ അപകടത്തിലേക്ക് എന്തിനായി കുട്ടികളെ തള്ളിവിടുന്നത്? അവരെ മുന്നിലിരുത്തണം. പിടുത്തൊന്നും നേർക്ക് കിട്ടൂല, കുട്ടികൾക്ക് ഷർട്ടും കിട്ടൂല. പിന്നെ പിടിക്കാനുള്ളത് ഈ പള്ളയുടെ ഭാഗമല്ല, അത് പിടുത്തം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിങ്ങനെ റബ്ബർ പോലെ കട്ടി പിടിച്ചിരിക്കാണ് പിടുത്തം കിട്ടും. ഒന്ന് ആ കാറ്റിലോ മറ്റോ പിടുത്തം വിട്ടുപോയാൽ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ചെറിയ കുട്ടികൾ 5-6 വയസ്സായ കുട്ടികളൊന്നും പിറകിലിരുത്തരുത്, മുന്നിലിരുത്തിയിട്ട് കൊണ്ടുപോകണം. അപകടം വിളിച്ചു വരുത്തരുത്. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ മോനെ എന്താ ഒറ്റക്ക് നിൽക്കുന്നത്? വാന്ന് പറഞ്ഞു. വാഹനം അവിടെ നിർത്തി. എന്നിട്ട് അബൂജഹൽ ആദ്യം കേറിക്കുന്നു. തങ്ങളോട് കയറാൻ പറഞ്ഞു. തങ്ങൾ കയറി. വാഹനം പോകുന്നില്ല. വാഹനം ആ നിർത്തം നിൽക്കാണ്. കാരണം വാഹനത്തിനറിയാം, അബൂജഹലിന് അറിയില്ലെങ്കിൽ വാഹനത്തിനറിയില്ല ആരാ കയറിയത്. വാഹനം എന്താ പോവാത്ത്? ഇത്രയും നേരം യാത്ര ചെയ്ത് വന്ന വാഹനത്തിന് കേടൊന്നുമില്ലല്ലോ. വാഹനത്തിന് തന്നെ കുട്ടി വാഹനം അവിടെ. അപ്പൊ അബൂജഹൽ മനസ്സിലായത് പ്രോട്ടോകോൾ തെറ്റിയിട്ടുണ്ട്, ഇത് നിയമം പാലിച്ചിട്ടില്ല. അബൂജഹൽ ഇറങ്ങി തങ്ങളെ മുന്നിലിരുത്തി. വാഹനമതാ സജീവമായി മുന്നോട്ട് നീങ്ങുന്നു. അള്ളാഹു കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തമാണ്. കുട്ടിക്കാലത്ത് തന്നെ അബ്ദുൽ മുത്തലിബ് അന്ന് ഹയാത്തിലുണ്ട്. അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് വല്ലാത്ത ഒരു മഹത്വമുണ്ട്. ഇങ്ങനെ 100 കൂട്ടം സംഭവങ്ങൾ കണ്ടിട്ടും മുഖം തിരിച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് കല്ലെടുത്ത് എറിയാൻ വേണ്ടി കല്ലും പിടിച്ചു പോയ ആളല്ലേ അബൂജഹൽ. പോയതിനേക്കാളും സ്പീഡിലിങ് മടങ്ങി വന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ തൊട്ടടുത്തിരിക്കുന്ന സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അബൂജഹൽ കല്ലും പിടിച്ചു വരുന്നത് കണ്ടല്ലോ, പക്ഷേ പെട്ടെന്ന് മടങ്ങിപ്പോകുന്നത് കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ദനാ മിന്നീ ലഖ്തതഫതുൽ മലായികതു ഉളുവൻ ഉളുവാ. ഒരു ചാണുകൂടി അവൻ എന്നിലേക്ക് അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പിടിച്ച് പറിച്ച് ഓരോരുത്തര് കൊണ്ടുപോകുമായിരുന്നു. കൈയൊരാൾ കൊണ്ടുപോകും, മൂക്കൊരാൾ കൊണ്ടുപോകും, കാതൊരാൾ കൊണ്ടുപോകും. പിന്നെ അബൂജഹൽ എന്ന സാധനം കാണൂല. അല്ലാഹ് റഹ്മത്ത് ചെയ്തിട്ട് ചിന്തിച്ച് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അള്ളാഹു വേണ്ടാന്ന് വെച്ചതാണ്. മലക്കുകൾ ഇങ്ങനെ പ്രൊട്ടക്ഷനോടെ നിൽക്കുന്ന കാഴ്ച പേടിപ്പെടുത്തുന്ന രൂപത്തിൽ കണ്ടിട്ട് മടങ്ങിപ്പോയതാ. എന്നിട്ടൊന്ന് മാറിയോ സഹോദരങ്ങളെ? ഒന്ന് മനസ്സ് മാറ്റി ചിന്തിച്ച് വിശ്വസിച്ചോ? മനുഷ്യന്മാരിൽ എത്ര പേരുണ്ട് അങ്ങനെ? നമുക്ക് അല്ലാഹു നമ്മുടെ സ്വന്തത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും എത്രമാത്രം ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളെത്ര മാറിയിട്ടുണ്ട്, നമ്മളെത്ര ചിന്തിച്ചിട്ടുണ്ട്, നമ്മളെത്ര ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം. വിശ്വസിക്കാനും ഇഖ്ലാസ് കൂട്ടാനുമാണ് ദൈനംദിന ജീവിതത്തിലും കാലഗതിയിലും മാറ്റങ്ങൾ വരുന്നത്. അതങ്ങനെ ലോകത്ത് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് തള്ളാണല്ല, ആലോചിക്കാനാണ്, ചിന്തിക്കാൻ